ABC അലന ബിലു ക്രിയേഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാർ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ്. ഈ യാത്ര മൂന്നാറിനടുത്തുള്ള പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഈ യാത്ര പോകുന്നത് മാങ്കുളം കാണാനാണ്. മാങ്കുളത്ത് നിന്ന് മൂന്നാറിലേക്ക് ഏകദേശം 28 കിലോമീറ്റർ ദൂരമുണ്ട്. മാങ്കുളത്ത് നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന പഴയ റോഡാണിത്. വീതിയേറിയ ദേശീയപാതയിൽ നിന്നും മാറി വീതി കുറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ഒരു പുതിയ അനുഭവമാണ്. ചുറ്റും പച്ചപ്പാർന്ന തേയിലത്തോട്ടവും തണുപ്പുള്ള കാലാവസ്ഥയും അനുഭവിച്ചറിയേണ്ടതാണ്. മൂന്നാറിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ലക്ഷ്മി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധമായ പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് ഈ മലനിരകൾ നൽകുന്ന മനോഹര കാഴ്ചകളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും ഭീമാകാരങ്ങളായ പാറക്കൂട്ടങ്ങളും മനസ്സിലെന്നും പുതുമയോടെ നിലനിൽക്കുമെന്ന ഒരു ആവേശകരമായ അനുഭവമാണ്. മാങ്കുളത്ത് നിന്നും ജീപ്പ് വാടകയ്ക്കെടുത്ത് വേണം ചുറ്റിക്കാണുവാൻ പോവുക. 4 വീൽ ഡ്രൈവ് ഉള്ള ജീപ്പുകൾ മാത്രം കയറി പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ മാങ്കുളത്തുണ്ട്. ആദ്യമായി പോകുന്ന സ്ഥലമാണ് 33 നമ്പർ വെള്ളച്ചാട്ടം. ഒരു വെള്ളച്ചാട്ടം 33 എന്ന നമ്പറിൽ അറിയപ്പെടുന്നത് അത്ഭുതമാണ്. എന്നാൽ 33 കൃഷിക്കാർക്ക് കൃഷിക്ക് ആവശ്യമായ 1 ഏക്കർ സ്ഥലം വെച്ച് സർക്കാർ കൊടുത്തത് കൊണ്ടാണ് ഈ പേര് വന്നത് എന്നറിയുവാൻ കഴിഞ്ഞു. എന്തായാലും അതിമനോഹരമായ വെള്ളച്ചാട്ടം തന്നെയാണ് 33 നമ്പർ വെള്ളച്ചാട്ടം. ഇങ്ങോട്ടുള്ള യാത്ര വളരെ ഇടുങ്ങിയതും ചെങ്കുത്തായ റോഡായതിനാൽ സാധാരണ വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടും ജീപ്പ് വാടകയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്. സഫാരിക്കായി അനേകം ജീപ്പുകൾ മാങ്കുളത്തും പരിസരത്തുമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നശിച്ചുപോയ പാലം പുതുക്കിപ്പണിതതാണിത്. തൂക്കുപാലമാണിത്. ഈ പാലം കാണുവാനും അതിൽ കയറുവാനും അനേകം സഞ്ചാരികൾ എത്തുന്നു. ജീപ്പ് സഫാരിയുടെ ഒരു ഭാഗമാണിത്. അടുത്തതായി പോകുന്നത് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടേക്ക് കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. കുറച്ചു ദൂരം നടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു വാച്ച് ടവർ കാണാം. ഇവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം കാണേണ്ടത്. വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണ രൂപം കാണുവാൻ കഴിയില്ല എങ്കിലും കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് സന്ദർശകരെ അനുവദിക്കുകയില്ല.
പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും ഓഫ് റോഡ് ജീപ്പ് സവാരി ആസ്വദിച്ചിട്ടുള്ളവരാണെങ്കിലും ഇവിടെയുള്ള ജീപ്പ് സവാരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ജനവാസ കേന്ദ്രം പിന്നിട്ടാൽ പൂർണ്ണമായ വനത്തിലൂടെയുള്ള യാത്ര. റോഡ് ഇല്ല എന്ന് തന്നെ പറയാം. കല്ലും മണ്ണും നിറഞ്ഞ ഇടുങ്ങിയ വനപാതയിലൂടെയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ്.
ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ദേവികുളം ബ്ലോക്കിലാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 2000 ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ പഞ്ചായത്ത് രൂപീകൃതമായത്. 123 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ പഞ്ചായത്തിൽ അതിരുകൾ വടക്ക് മൂന്നാർ പഞ്ചായത്തും കിഴക്ക് മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തും തെക്ക് ഭാഗത്ത് അടിമാലി പഞ്ചായത്തും പടിഞ്ഞാറ് കുട്ടമ്പുഴ അടിമാലി പഞ്ചായത്തുകളുമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് മലനാട് മേഖലയിൽ വരുന്ന മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന വിളകൾ റബ്ബർ, കൊക്കോ, കവുങ്ങ്, ഏലം, ജാതി, കാപ്പി, തെങ്ങ് മുതലായവയാണ്. നല്ലതണ്ണിപ്പുഴ, മാങ്കുളം പുഴ, ഈറ്റച്ചോലപ്പുഴ പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകളാണ്. മലമ്പ്രദേശമായ മാങ്കുളം പഞ്ചായത്തിൽ നിരവധി കുന്നുകളും മലകളുമുണ്ട്. പള്ളിക്കുന്ന്, 96 കുന്ന്, മുനിപ്പാറക്കുന്ന്, പാർവതിമല, കിളിക്കല്ലുമല, വിരിഞ്ഞപാറമല എന്നിവയാണ് പ്രധാന കുന്നുകളും മലകളും. മൊത്തം ഭൂവിസ്തൃതിയുടെ 25% വനപ്രദേശമാണ്. ആനക്കുളം ഓര്, പെരുമ്പൻകുത്ത്, നക്ഷത്രക്കുത്ത്, ചിന്നാർക്കുത്ത്, കോഴിവാലൻകുത്ത്, വെള്ളിപ്പാറക്കുട്ടി, വിരിപ്പാറ തേയിലത്തോട്ടം എന്നിവയാണ് ഈ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. നെടുമ്പാശ്ശേരി കൊടൈക്കനാൽ സംസ്ഥാന പാത ഈ പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി സഖ്യപർവ്വത നിരകൾക്കിടയിൽ പ്രകൃതി രമണീയമായ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. മാങ്കുളത്തെക്കുറിച്ച് പുറംലോകം അറിഞ്ഞു തുടങ്ങിയിട്ട് ഏറെ നാളുകളൊന്നും ആയിട്ടില്ല. വേണ്ടത്ര വാഹന സൗകര്യമോ മറ്റ് അടിസ്ഥാന വികസനങ്ങളോ എത്തിപ്പെടാതെ കിടക്കുന്ന മാങ്കുളം അക്ഷരാർത്ഥത്തിൽ വനത്തിനുള്ളിലെ പറുദീസയാണ്. മലകളാൽ ചുറ്റപ്പെട്ട് പച്ചപ്പിന്റെ മേലങ്കി അണിഞ്ഞ് കാട്ടരുവികളാലും പുഴകളാലും വെള്ളച്ചാട്ടങ്ങളാലും സമൃദ്ധമായി തണുത്ത കാറ്റിന്റെ സ്പർശനത്താൽ കുളിരണിഞ്ഞ് നിൽക്കുന്ന മാങ്കുളം അറിയുവാൻ ബാക്കി വെച്ച സൗന്ദര്യത്തിന്റെ തുരുത്താണ്. കാട്ടാനക്കൂട്ടം പതിവായി വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് ആനക്കുളം. മാങ്കുളത്തിലെ ഏറ്റവും ആകർഷകമായ കേന്ദ്രം. ഈ അപൂർവമായ കാഴ്ച കാണാൻ ദിവസവും ഒട്ടേറെ സഞ്ചാരികൾ എത്താറുണ്ട്. കുടിക്കുവാനും കുളിക്കുവാനുള്ള വെള്ളം തേടി കാട്ടാനക്കൂട്ടം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു പാറയുടെ കീഴിൽ നിന്നും ഉയരുന്ന കുമിളകൾക്ക് ഉപ്പുരസമുണ്ടെന്നും അത് ഓരുവെള്ളം എന്നാണ് അറിയപ്പെടുന്നതും. ഈ വെള്ളം കാട്ടാനകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും അത് കുടിക്കാനാണ് കുട്ടിയാനകൾ മുതൽ കൊലക്കൊമ്പന്മാർ വരെ കൂട്ടമായി ഇവിടെ വരുന്നതെന്നും പറയപ്പെടുന്നു. ഈ ആനകളൊന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയോ ഉപദ്രവിക്കുകയോ ഇല്ല. നിർഭാഗ്യവശാൽ നമുക്ക് ഈ കാഴ്ച കാണുവാൻ സാധിച്ചില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.